Hi dear friends, welcome to the class on English literature. Dear friends, today we will have a very short session on modal auxiliaries. Modal auxiliaries, as you know, is a part of the auxiliary verbs. And auxiliary verbs or helping verbs are actually used in conjunction with main verbs to express the different shades of time and mood. So those auxiliary verbs which are used with main verbs to express the finest or subtle shades of mood are known as modal auxiliaries. So about the auxiliary verbs or the primary auxiliary verbs, I think you are very familiar with them, like the forms of be, do and have. So today we are restricting our presentation to modal auxiliary verbs and the modality they produce. Modality is actually a speaker's or writer's attitude towards what is written. They can express certainty, possibility, willingness, obligation, necessity, and ability by means of modal auxiliary verbs, or known as auxiliary modals. So please, before we beginning, please note the difference in pronunciation of modal and modal. MODEL is pronounced as modal and MODAL is pronounced as modal. So coming back to modal auxiliary verbs or auxiliary modals, they help us to express certainty, possibility, willingness, obligation, necessity, ability and so on. ഉറപ്പ്, സാധ്യത, സമ്മതം, ഡ്യൂട്ടി അല്ലെങ്കിൽ നമ്മുടെ താല്പര്യം, ആവശ്യം, കർത്തവ്യം, കഴിവ്, ആജ്ഞ തുടങ്ങിയതെല്ലാം പ്രകടിപ്പിക്കാൻ ഇവ ഉപയോഗിക്കാറുണ്ട്. സോ ദേ ഫെസിലിറ്റേറ്റ് ദ മെയിൻ വേർബ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു മെയിൻ വേർബ് എന്ന് പറഞ്ഞാൽ ദേ ഡിനോട്ട് ആക്ഷൻ, ഓൺലി ആക്ഷൻ. ആ ആക്ഷൻ്റെ പുറകിലുള്ള മൂഡ് എന്താണ് ഭാവം, എന്താണ് അതിൻ്റെ എക്സ്പെക്റ്റേഷൻ, എന്താണ് അതിൻ്റെ ടൈം, എന്താണ് അതിൻ്റെ എബിലിറ്റി, എന്താണ് അതിൻ്റെ ഒബ്ലിഗേഷൻ, ബാധ്യത, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് modal auxiliary verbs ആണ്. അപ്പോൾ modal auxiliary verbsൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ they never change form. According to, for example, according to tense, അത് മാറുന്നില്ല. Or according to the subject, noun, is it in a singular or plural number, അതനുസരിച്ച് modal auxiliary verb മാറുന്നില്ല. അതാണ് modal auxiliaryയുടെ പ്രത്യേകത. അപ്പോൾ അതിനെ നമ്മൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ modal auxiliaries or auxiliaries are defined, modal auxiliaries are defined by their inability to reflect tense forms, single form, as I have already mentioned, taking yes or not for the third person singular, and for their dependence on main verb. എല്ലാ ഓക്സിലറി വേർബും മെയിൻ വേർബിനോടൊപ്പം മാത്രമേ കാണുള്ളൂ. ഇഫ് യു ഡോണ്ട് സീ എനി മെയിൻ വേർബ്, ദാറ്റ് മീൻസ് ദ ഓക്സിലറി വേർബ് ഈസ് നോട്ട് ആൻ ഓക്സിലറി വേർബ് ബട്ട് എ മെയിൻ വേർബ്. അപ്പോൾ ഓക്സിലറി വേർബാണ്. പല വേർബുകളും ഓക്സിലറി വേർബുകൾ നമുക്ക് മെയിൻ വേർബായിട്ട് ഉപയോഗിക്കും, അത് വേറെ കാര്യം. പക്ഷെ അത് മെയിൻ വേർബാണ്, modal auxiliary അല്ല, അല്ലെങ്കിൽ ഓക്സിലിയറി അല്ല എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇംഗ്ലീഷിൽ എത്ര modal auxiliary ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ പലപ്പോഴും സംശയം ചോദിക്കാറുണ്ട്, പലരും ചോദിക്കാറുണ്ട്. There are 9 modal auxiliary verbs that are frequently used and they are called as true modal auxiliary verbs. 9 എണ്ണത്തിനാണ് നമ്മൾ ട്രൂ എന്നുള്ള ഞാൻ ഇൻവേർട്ടഡ് കോമയിൽ ഇട്ടിരിക്കുന്നത് വെച്ചാൽ അത് ട്രൂ എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ സത്യത്തിൽ നമ്മൾ പറയില്ല, അത്രയേ ഉള്ളൂ യഥാർത്ഥത്തിൽ എന്ന് പറയുന്ന പോലെയുള്ള ഒരു പറച്ചിലാണ്, അല്ലാണ്ട് അത് മാത്രമേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിലല്ല. അതാണ് ദാറ്റ്സ് വൈ ഐ ഹാവ് പുട്ട് ഇറ്റ് ഇൻ ഇൻവെർട്ടഡ് കോമാസ്. ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ് ആൻഡ് മസ്റ്റ്. ഇതാണ് 9 എണ്ണം.
ഇതിൽ could and would are not used merely as past tense of can and will. അങ്ങനെ could, would, should എന്നുള്ളത് can, will, shall റെസ്പെക്റ്റീവ്ലി അവയുടെ പാസ്റ്റ് ടെൻസ് മാത്രമായിട്ടല്ല ഉപയോഗിക്കുന്നത്. ദേ ക്യാൻ ബി യൂസ്ഡ് ആസ് പാസ്റ്റ് ടെൻസ്, പക്ഷേ അത് പ്രസൻറ്റ് ടെൻസിലും ഉപയോഗിക്കും. പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ദ ടെൻസ് ഓഫ് ദ സെൻറ്റൻസ്, ഇവയ്ക്ക് സെൻറ്റൻസ് ഉണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെ മൊഡൽ ഓക്സിലറി ആയിട്ട് നമ്മൾ യൂസ് ചെയ്തു വരുന്ന ചിലതുണ്ട്. അവയെ ദേ ആർ നോൺ ആസ് സെമി മൊഡൽസ്. അവയെ നമ്മൾ പറയുന്ന പേരാണ് സെമി മൊഡൽസ്. സെമി മോഡൽസിൻ്റെ പ്രത്യേകത അവ ദേ ആർ നോട്ട് മൊഡൽ ഓക്സിലിയറീസ് ബട്ട് ദേ ഷെയർ സം ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ്. അതുകൊണ്ട് നമ്മളിവയെ സെമി മോഡൽസ് എന്ന് പറയും. പക്ഷേ അവയ്ക്ക് മൊഡൽ ഓക്സിലറി അല്ലാതെ വേർബുകളായിട്ടും നിലനിൽപ്പുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇതാണ് മൊഡൽ ഓക്സിലറി വേർബ്സിൻ്റെ എണ്ണത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ യൂസിനെ സംബന്ധിച്ചാണ് വാട്ട് ഓൾ ആർ ദ മൂഡ്സ് ദേ എക്സ്പ്രസ് എന്നതിനെ സംബന്ധിച്ചാണ്. ഇതിലെല്ലാം പറഞ്ഞിട്ടില്ല, ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെറ്റീരിയൽ ഇതുള്ളതുകൊണ്ട് ഞാൻ ഐ ആം ജസ്റ്റ് ഗ്ലോസ് ഓവർ ഓൾ ദീസ് തിങ്സ്. എബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഇത് പ്രകടിപ്പിക്കാൻ, ഐ ക്യാൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമുക്ക് കഴിവുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മൊഡൽ വേർബ്സ് ക്യാൻ ആൻഡ് കുഡ് ആണ്. ഇത് ഓൾ കോൺക്ലൂസീവ് അല്ല. യു മസ്റ്റ് റിമെമ്പർ ദാറ്റ് മെനി അതർ മൊഡൽ വേർബ്സ് ക്യാൻ ബി യൂസ്ഡ് ടു express the same type of ability or the mood of ability, as well as this same modal verb can be used for other expressions also. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിങ്ങനെ വെറുതെ കുറച്ച് പ്രകടമായത് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ പെർമിഷൻ, അഡ്വൈസ്, ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ബാധ്യതയാണ്, ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ. പോസിബിലിറ്റി, ഇതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. യു ക്യാൻ റീഡ് ഇറ്റ്. സോ I'm not going to read all these things. Okay. So next table is somewhat more extensive. Can is used to express the moods of ability, possibility, informality, polite request, permission, etc., etc. Could is also used for all these things. Plus the past tense of can, might, may, should, must, would. So this is another table, more extensive than the previous table. So we are not going in detail into these tables, as you have been served with a very detailed PDF record on the use of these auxiliary verbs. You can see it in your Google Classroom. So I am not going into the details. Okay, thank you. As I have told you, this is a very brief session. Thank you once again.